ഫസൽ വധക്കേസായിക്കോട്ടെ, അഭിമന്യു കൊലക്കേസായിക്കോട്ടെ, ഇതൊക്കെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേരളത്തെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട രാഷ്ട്രീയ കൊലപാതകങ്ങളാണ്. ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ മാത്രം എങ്ങനെയാണ് ഈ തൊണ്ടിമുതലുകൾ കാണാണ്ടാവുന്നത്? തൊണ്ടിമുതലുകൾ കാണാതായാൽ പ്രതിക്ക് സഹായകരമാണ്. നമുക്ക് ഊഹിച്ചാലറിയാം. ഒരു കേസിൻ്റെ ഫെയ്റ്റിനെ തന്നെ, ഒരു കേസിൻ്റെ വിധിയെ തന്നെ ബാധിക്കുന്ന, നീതി എക്കാലവുമായി നിഷേധിക്കപ്പെടുന്ന രീതിയിൽ ഇതിൽ ഇടപെടുന്ന ആളുകളെ അതിക്രൂരമായി ഹാൻഡിൽ ചെയ്യണം. നമസ്കാരം. ഫസൽ വധക്കേസിലെ തെളിവായിരുന്ന തൂവാല പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അപ്രത്യക്ഷമാകുന്നതും മറ്റൊരു ദിവസം പ്രത്യക്ഷപ്പെടുന്നതും നമ്മൾ കണ്ടു. ഏതാണ്ട് സമാനമായ ഒരു ആരോപണമാണ് അഭിമന്യുവിന്റെ കേസിലും വരുന്നത്. അഭിമന്യുവിന്റെ കേസിൽ തെളിവുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ആരോപണത്തിന് ശക്തിയേറുകയാണ്. എന്താണ് ഇതിന് പിറകിലുള്ള വാസ്തവം? ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളോട് പ്രതികരിക്കുന്നത് അഭിഭാഷകനും നിയമവിദഗ്ധനുമായ അഡ്വക്കേറ്റ് MS സജിയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ. അത് ഒരു യാദൃശ്ചികമായി സംഭവിച്ചിട്ടുള്ള ഒരു സംഗതിയായിട്ട് കാണാൻ കഴിയില്ല. ഈ രണ്ട് കേസിന്റെ സവിശേഷത നമ്മൾ ശ്രദ്ധിക്കണം. ഫസൽ വധക്കേസായിക്കോട്ടെ, അഭിമന്യു കൊലക്കേസായിക്കോട്ടെ, ഇതൊക്കെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേരളത്തെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട രാഷ്ട്രീയ കൊലപാതകങ്ങളാണ്. ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ മാത്രം എങ്ങനെയാണ് ഈ തൊണ്ടിമുതലുകൾ കാണാണ്ടാവുന്നത്? സാധാരണ എത്രയോ മർഡർ കേസുകൾ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ, വിവിധ കോടതികളിൽ, പിന്നെ എത്രയോ സെഷൻസ് കോടതികളിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ഇതിലും കാണാതാവുന്നത് യാദൃശ്ചികമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഈ അഭിമന്യു വധക്കേസിൻ്റേത് എനിക്ക് തോന്നുന്നത് ഒരു വർഷം മുമ്പ് ഞാൻ ഹിന്ദുവിൽ വായിച്ചിട്ട് ഞാൻ ഞെട്ടിപ്പോയി. കേരളത്തിൽ ഏറ്റവും അധികം പിടിച്ചു കുലുക്കിയ ഒരു കേസുകളിൽ ഒന്നാണ് അഭിമന്യു വധക്കേസ്. അത് ഒരു ക്യാമ്പസിൽ അങ്ങനെ ഒരു കൊലപാതകം സമീപകാലത്ത് പതിറ്റാണ്ടുകൾക്കിടയിൽ നടന്നിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. ഇടുക്കിയിൽ ഒരു ഉൾനാടൻ മലഞ്ചെരുവിൽ നിന്നും വളരെ പിന്നോക്കാവസ്ഥയുള്ള ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ പയ്യൻ ഒരു കാരണവുമില്ലാതെ ഒരു ക്യാമ്പസിൽ വെച്ച് കുത്തേറ്റ് മരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആ വരുന്ന സാമൂഹ്യ സാഹചര്യം വളരെ പിന്നോക്കാവസ്ഥയിൽ വരുന്ന ആളുകൾ ഇരയായി പോയ കേസുകളിലാണ് ഇത്തരം നാടകങ്ങൾ നടക്കാൻ ആര് നടത്തിയാലും ഞാൻ അങ്ങോട്ട് വരാം നടത്തുന്നുള്ളൊരു വലിയ ഒരു സംഗതിയാണ്. കാരണം അയാളുടെ അച്ഛനും അമ്മയും ഇതൊക്കെ ഇടപെടാനോ ചോദ്യം ചെയ്യാനോ ഉള്ള ഒരു സാഹചര്യമുള്ള ആളുകളല്ല എന്ന് നാം പല മീഡിയയിലൂടെയും വായിച്ചതാണ്. എങ്ങനെയാണിത് നഷ്ടപ്പെടുന്നത്? കാരണം ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ച് ഈ രേഖകളും തൊണ്ടിമുതലൊക്കെ സമർപ്പിക്കുന്നത് ആദ്യം മജിസ്ട്രേറ്റ് കോടതിയിലാണ്. മജിസ്ട്രേറ്റ് കോടതിയിൽ ഇത് വെച്ചു അതെല്ലാം കൃത്യതയോടുകൂടി പിന്നെ സെഷൻസ് കോർട്ടിലേക്ക് അയക്കും. ചിലപ്പം സെഷൻസ് കോർട്ടും മജിസ്ട്രേറ്റ് കോർട്ടും തമ്മിൽ വളരെ ദൂരമൊക്കെ ഉണ്ടാവും. അവിടെ കൃത്യമായി അവിടെ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രോപ്പർട്ടിയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ഓഫീസ് സംവിധാനമുണ്ട്. ഇവിടുന്ന് അയച്ചത് അവിടുന്ന് വാങ്ങി എന്നുള്ള അവിടെ രജിസ്ട്രി കാണണം. അത് ഇന്ന മിനിസ്റ്റീരിയൽ സ്റ്റാഫിൻ്റെ കസ്റ്റഡിയിലാണെന്നുള്ളതും കാണും. അപ്പോൾ ജഡ്ജിക്ക് ഇതിന് കാവലിരിക്കാനാവില്ലല്ലോ. ഒരു കോടതിയിൽ ഒരു ജഡ്ജി ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ മുന്നിൽ നൂറുകണക്കിന് കേസുകളുണ്ട്. അതിൽ തന്നെ കൊലക്കേസുകളുണ്ട്, കൊലപാതക ശ്രമ കേസുകളുണ്ട്, വിവിധങ്ങളായ സെഷൻസ് കേസുകളുണ്ട്. അവർക്ക് ജഡ്ജിക്ക് ഇതിന് തൊണ്ടിമുതൽ സൂക്ഷിക്കാനുള്ള ഒരു സമയമോ ഇല്ല. അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ അല്ല. ആരാണെന്ന് വെച്ചാൽ അത് കൃത്യമായി ജഡ്ജിയുടെ മുന്നിൽ തെളിവെടുപ്പിൻ്റെ സമയത്ത് മാത്രമാണ് ജഡ്ജി ഇത് കാണുന്നത്. അവിടെ ഇവർ എത്തിക്കേണ്ട ജോലി പോലീസിൻ്റെ ജോലി ആദ്യ ഘട്ടത്തിലുണ്ട്. കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ അത് പ്രിസർവ് ചെയ്ത് സംരക്ഷിച്ച് വിചാരണ കോടതിയിൽ യാതൊരുവിധ മാറ്റങ്ങളുമില്ലാതെ പ്രിസർവ് ചെയ്ത് എത്തിക്കേണ്ട പണി കോർട്ട് സ്റ്റാഫിൻ്റെതാണ്. അപ്പോൾ അത് നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷ്യങ്ങളാണ്. ഒന്ന്, തൊണ്ടിമുതൽ കാണാതായാൽ പ്രതിക്ക് സഹായകരമാണ്. നമുക്ക് ഊഹിച്ചാലറിയാം. ഇപ്പോൾ ഇതിനെ കുത്താൻ ഉപയോഗിച്ച കത്തി കാണാണ്ടായി എന്ന് സങ്കല്പിക്കുക. ഈ കേസുകളിൽ അങ്ങനെ ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. രക്തം പുരണ്ട കത്തി പോലീസ് കണ്ടെടുത്തു. ഈ ഭാവിയിൽ ഇങ്ങനെ സംഭവിക്കാൻ കൊട്ടെ. ഇതൊക്കെ നമ്മൾ ഒരു അയഞ്ഞ സമീപനം സ്വീകരിച്ചാൽ അത് കോടതിയിൽ വെച്ച് കാണാണ്ടാവും. കത്തി കാണുന്നില്ല, കൊലക്കേസ് കോടതി കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല, പ്രതിക്ക് അനുകൂലമാവും. അതുപോലെ അതിലെ ബ്ലഡ് കമ്പാരിസൺ, ഒരുപാട് ഘടകങ്ങളുണ്ട് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനിൽ. ഹെയർ കമ്പയർ ചെയ്യാം, ഫിംഗർ പ്രിന്റ് കമ്പയർ ചെയ്യാം, ഫുട് പ്രിന്റ് കമ്പയർ ചെയ്യാം, രേഖാചിത്രങ്ങളുണ്ട്. രേഖാചിത്രങ്ങൾ കമ്പയർ ചെയ്തിട്ടുള്ള ഒരു യൂറോപ്യൻ ഇൻവെസ്റ്റിഗേഷൻ്റെ സ്കോട്ട്ലൻഡ് കണ്ടുപിടിച്ചിട്ടാണ് ഒരു ഫോട്ടോഗ്രാഫിക്ക് തുല്യമായിട്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ്റെ മേഖലയുണ്ട്. ഐഡൻറ്റിഫിക്കേഷൻ പറയിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ കാലത്ത് തന്നെ ഡിജിറ്റൽ എവിഡൻസുകളുണ്ട്. അങ്ങനെയൊക്കെ ഇതൊക്കെയുള്ള സംഗതികൾ ഏതെങ്കിലും ഒന്നും ഇതൊക്കെ ലിങ്കുകളാണ്. വിശേഷിച്ച് ദൃക്സാക്ഷികളില്ലാത്ത കേസുകളിൽ, ഇത്തരം കേസുകൾ സാഹചര്യ തെളിവ് മാത്രമുള്ള കേസുകളിൽ തെളിവുകൾ മുഴുവൻ ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബന്ധപ്പെടുത്തി ഇങ്ങനെ കൊണ്ടുവരികയാണ് ചെയ്യാറുള്ളത്. ഏതെങ്കിലും ഒരു കണ്ണി അറ്റുപോയാൽ ആ കേസ് പിന്നെ ശിക്ഷിക്കാനാവില്ല. അതാണ് ഈ സാഹചര്യ തെളിവും നേരിട്ടുള്ള തെളിവും തമ്മിലുള്ള വ്യത്യാസം. മറ്റേത് രണ്ടുപേര് വന്നിട്ട് ഇന്നയാളെ കൊലപ്പെടുത്തുന്ന കണ്ടു എന്ന് പറഞ്ഞാൽ പിന്നെ കോടതി അതിൽ തന്നെ റിലൈ ചെയ്യാം. പിന്നെ അതിന് മോട്ടീവ് പോലും നോക്കേണ്ടതാണ്.
അതിന്റെ നിയമം. എന്തിനു കൊന്നു പോലും നോക്കണ്ട, ഐ വിറ്റ്നസ് അത് കൃത്യമായിട്ട് സാക്ഷികളുണ്ടെങ്കിൽ. സാഹചര്യ തെളിവിൽ അങ്ങനല്ല. ഇന്നത്തെ കാലത്ത് കൂടുതലും ഈ കുറ്റകൃത്യം ചെയ്യുന്നവരൊക്കെ വലിയ അതിനെക്കുറിച്ച് ഗവേഷണം നടത്തിയിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സാഹചര്യ തെളിവ് മാത്രമേ കൂട്ടിക്കെട്ടാനുണ്ടാവുകയുള്ളൂ. അതിനെ പൂർത്തീകരിക്കുന്ന കണ്ണികളാണ് ഈ മെറ്റീരിയൽ ഒബ്ജക്ട് സാധിച്ചത്. അപ്പോൾ തൂവാലയാവാം. അഭിമന്യുവിൻ്റെ കേസുകളിൽ എന്തൊക്കെയാണ് നഷ്ടപ്പെടുന്നത് എനിക്ക് വ്യക്തമായിട്ട് ഇപ്പോൾ പറയാൻ കഴിയില്ല. അത് രേഖകൾ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വെരിഫൈ ചെയ്യണം. ഇതൊക്കെ ഈ കേസിനെ ബന്ധിപ്പിക്കുന്ന കണ്ണികളാണ്. കണ്ണികൾ അറ്റുപോയാൽ അത് നീതി നിഷേധത്തിന് കാരണമാകും. അപ്പം ഇത് കൃത്യമായ പ്ലാനിങ് ഇതിൻ്റെ പിന്നിലുണ്ട്, ഒരു സംശയവും വേണ്ട. 2 വഴികളാണ്. ഒന്നാമത്തെ കാര്യം, മെറ്റീരിയൽ ഒബ്ജക്ട്സ് കാണാണ്ടായാൽ മിസ്പ്ലേസ്ഡ് ആയി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി എന്ന് വിചാരിക്കുക. അത് കിട്ടുന്നവരെ ഈ വിചാരണ അന്തകാലം നീട്ടാം. മനസ്സിലായില്ലേ? എലി കടിച്ച സാധനം പിന്നെ തിരിച്ചിട്ട് എലി കടിച്ചില്ല, അതങ്ങനെ ആ എലി മറന്നുപോയി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ഈ ഒബ്ജക്ട്സ് അല്ലെങ്കിൽ തെളിവുകൾ, രേഖകൾ, അന്വേഷണ മധ്യേ കണ്ടെടുത്ത ഈ സംഗതികളൊക്കെ തന്നെ ഇത് കേസ് നഷ്ടപ്പെട്ടാൽ അത് കേസ് അനന്തമായി നീളുന്നതിന് കാരണമാവും. കേസ് എത്രമാത്രം അനന്തമായി നീളുന്നോ, വിചാരണ എത്ര വൈകുന്നോ, അത് പ്രതിക്ക് സഹായകരമാണ്. കാരണം സാക്ഷികളുടെ ഓർമ്മകളെ ബാധിക്കും. സാക്ഷികൾ പലരും മരിച്ചു പോകും, സാക്ഷികൾ പലരും നാട് വിട്ടുപോകും. അങ്ങനെ ദുർബലമായിക്കൊണ്ടിരിക്കും. ഏത് വിചാരണയും വൈകുന്തോറും ദുർബലമായിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് കൊലപാതക കേസുകളിലൊക്കെ മനഃപൂർവ്വം വൈകിക്കാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ കോടതിയിൽ പോകുന്നു, മേൽക്കോടതിയിൽ പോകുന്നു. CBI വേണമെന്ന് ചോദിക്കും, വേണ്ടെന്ന് പറയുന്നു. വേണമെന്ന് പറയുമ്പോൾ ഭരിക്കുന്ന പാർട്ടിയാണ് അതിനെതിരെ അപ്പീൽ പോകുന്നു, കോടിക്കണക്കിന് രൂപ സുപ്രീം കോടതിയിലൊക്കെ കൊണ്ട് കളയുന്നു. അതിന് പിന്നിലെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് കേസ് നീട്ടിക്കൊണ്ടുപോകുക എന്നുള്ളതാണ്. സമൂഹം എന്താ അതിനെടുക്കുക, അതിൻ്റെ ആഴത്തിലുള്ള ആ ഒരു കുറുക്കുവിദ്യയെക്കുറിച്ച് ആലോചിക്കില്ല. അത് CBI അന്വേഷിക്കുന്നതെന്താ, അതിനെ എതിർക്കുന്നു. അതല്ല അതിൻ്റെ പിന്നിൽ എന്ന് പറയുന്നത്. ഇത് കാലത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്ന ഭയങ്കര ക്രിമിനൽ ഗൂഢാലോചന രാഷ്ട്രീയക്കാർ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ കേസുകളിൽ നമ്മൾ എത്ര തവണ കണ്ടിട്ട് ഓരോന്നും പറയുന്നത് നമ്മൾ സമയം കളയേണ്ടതില്ല. ഈ 2 പ്രതികൾക്കെതിരെ തെളിവ് നശിപ്പിക്കുക, ഈ 2ഉം വളരെ പ്രകടമാണ്. ഈ ഫസൽ വധക്കേസായിരുന്നാലും അഭിമന്യു കേസായിരുന്നാലും ശരി, അതിൻ്റെ വിരൽ ചൂണ്ടുന്നത് ആരോപിതരായിട്ടുള്ള രാഷ്ട്രീയ സംഘടനകളാണ്, രാഷ്ട്രീയ പാർട്ടികളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ സംരക്ഷിക്കേണ്ട ആരുടെ ഉത്തരവാദിത്തമായ പ്രതികളെ, ആ ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ, അവരുടെ പ്രവർത്തകരാണല്ലോ കൂട്ടിക്കറിക്കുന്ന പ്രതികൾ. അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ പാർട്ടികൾക്ക് അതിൻ്റെ റോളുണ്ടോ എന്ന് നോക്കണം. ഇല്ലാതിരിക്കില്ല. കാരണം കോടതികളിൽ ഇതൊക്കെ സംരക്ഷിക്കേണ്ട കോടതി ക്രിമിനൽ ജുഡീഷ്യൽ സ്റ്റാഫ് ആയിക്കോട്ടെ, സിവിൽ ജുഡീഷ്യൽ, ഇവരൊക്കെ തന്നെ പൊളിറ്റിക്കൽ അഫിലിയേഷനുള്ള സംഘടനകളുടെ ആളുകൾ. അവരാരും ചെയ്യുന്നു ഞാൻ പറയുന്നില്ല കേട്ടോ. അവർക്കെതിരെ ആരോപണമായിട്ട് ഇതിനെ കാണുകയും വേണ്ട. അപ്പോൾ ഇതിന് പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ക്ലൗട്ട് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നുള്ള അടുത്തൊരു സംശയമില്ല. അങ്ങനെ എവിഡൻ്റായിട്ട് കൃത്യമായിട്ട് നമ്മുടെ ഒരു നീതി നിർവ്വഹണ സംവിധാനത്തെ നടപ്പാക്കുന്നതിനെ അട്ടിമറിക്കുന്ന നീക്കങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ കർക്കശമായി നേടുന്ന ഞാൻ പറയുന്നത്. ഇതിപ്പം 2 മെമ്മോ കൊണ്ട കൊടുക്കും. ഇവിടെ നിങ്ങളുടെ ഇതിലുള്ള കാണുന്നില്ലല്ലോ, 20 മുതൽ എവിടെ പോയി, എക്സ്പ്രഷൻ തരണം എന്നൊക്കെ 2 മെമ്മോ കൊണ്ട് കൊടുത്തു, അവനെ പിടിച്ചങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. അല്ലല്ലോ, അതല്ലല്ലോ അതിനകത്ത് വേണ്ടത്. ഒരു കേസിൻ്റെ ഫെയ്റ്റിനെ തന്നെ, ഒരു കേസിൻ്റെ വിധിയെ തന്നെ ബാധിക്കുന്ന, നീതി എക്കാലവുമായി നിഷേധിക്കപ്പെടുന്ന രീതിയിൽ ഇതിൽ ഇടപെടുന്ന ആളുകളെ അതിക്രൂരമായി ഹാൻഡിൽ ചെയ്യണം. അത് മെമ്മോ കൊണ്ട് ഒതുക്കേണ്ട കാര്യമല്ല, ക്രൂരമായി ഹാൻഡിൽ ചെയ്യണം എന്ന് അതിൻ്റെ ഉള്ളിലെല്ലാം അറിയിട്ടുണ്ട്. ഇപ്പോൾ സമാനമായൊരു സാഹചര്യമായിരുന്നു ആന്റണി രാജുവിന്റെ കേസിലും ഉണ്ടായിരുന്നത്. ഞാൻ അതിലേക്ക് പോവുകയായിരുന്നു. അത് ഒരു ചർച്ചയിൽ ഞാൻ അത് പറയുകയുണ്ടായി. അണ്ടർവെയറിൽ ഒരു രൂപ കൃത്രിമം നടത്തിയിട്ട് സായിപ്പ് ഇട്ട അണ്ടർവെയർ അല്ല കോടതിയിൽ വന്നത് എന്നുള്ള രീതിയിൽ അത് കൊണ്ടുപോയി. അത് ഈ പറഞ്ഞ ഒരു എവിഡൻ്റ് ആയിട്ട് 20 മുതൽ നശിപ്പിച്ചാണെന്ന് കോടതി കണ്ടെത്തിയല്ലോ, ശിക്ഷിച്ചല്ലോ. ആ ശിക്ഷ ആ കൺവിക്ഷൻ സസ്പെൻഡ് ചെയ്യുന്നതിന് സുപ്രീം കോടതി പോലും തയ്യാറായിട്ടില്ല. അയാളുടെ പൊളിറ്റിക്കൽ കാരനെ തന്നെ അത് ബാധിച്ചിട്ടുണ്ട്. പൊളിറ്റിക്കൽ കാരനെ ബാധിച്ചപ്പോൾ തന്നെ ആലോചിക്കണം, ഇങ്ങേരാണോ ചെയ്തതെന്ന് എനിക്കറിയില്ല, അപ്പീലിൻ്റെ വിധി വരട്ടെ. ഇങ്ങനെ ഒരു മനസ്സിലേക്കൊക്കെ പോയിട്ട് ക്രിമിനൽ ജുഡീഷ്യൽ സമ്പ്രദായത്തിലൊക്കെ ഇടപെടുക, അതിൻ്റെ നടത്തിപ്പിലൊക്കെ അട്ടിമറി കാണിക്കുക എന്ന് പറയുന്നതിൻ്റെ എക്സ്റ്റെൻറ്റിലേക്ക് പോകുന്നത്, അതും പൊളിറ്റിക്കൽ, ഈ പറഞ്ഞ ആന്റണി രാജുവിൻ്റെ കേസിൽ തന്നെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാവുന്നൊരു കാര്യം ഇതാണ്: സ്വകാര്യ ക്രൈമുകളെക്കാൾ കൂടുതൽ ഈ നീതിന്യായ വ്യവസ്ഥയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന പൊളിറ്റിക്കൽ ക്രിമിനൽസാണ്. ഇപ്പം ഈ അഭിമന്യുവിൻ്റെ കേസിൽ തന്നെ SDPIക്കാരുടെ പേരിലേക്കാണല്ലോ വിരൽ ചൂണ്ടുന്നത്. ഇപ്പം SDPIക്കാർ തന്നെയാണോ ഇത്? അത് അവരുടെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും കേരളത്തിലെ ശക്തമായ പൊളിറ്റിക്കൽ പാർട്ടിയുടെ സ്പോൺസർഷിപ്പ് ഉണ്ടോ? അതൊക്കെ സംശയത്തിന് നിഴലുകളിലാണ്, നമുക്കൊന്നും കൺക്ലൂഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇവരൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ക്ലൗട്ടിങ്ങിൻ്റെ ഭാഗമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതൊക്കെ വളരെ കർക്കശമായിട്ട്, ഞാൻ വീണ്ടും കർക്കശം എന്ന വാക്കല്ല ഉപയോഗിക്കുന്നത്, ക്രൂരമായി ഹാൻഡിൽ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം ജുഡീഷ്യറിക്കുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സമൂഹം ഇതിനെക്കുറിച്ച് അലേർട്ടാവണം. ഈ ചർച്ച പോലും ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, രക്ഷിക്കേണ്ടവർ തന്നെയാണ് നമ്മളെ ചതിക്കുന്നത്, നമുക്കെതിരായി മാറുന്നത്, സമൂഹത്തിൻ്റെ നീതിബോധത്തിന് വലിയ വെല്ലുവിളിയായി വരുന്നത്. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഉദ്യോഗസ്ഥന്മാരും
ഭരണകർത്താക്കളും രാഷ്ട്രീയ പാർട്ടികളും കൂടെ അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് എന്നുള്ളത് ജനങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് ചർച്ചയാവണം. അത് തന്നെയാണ് ഇതിൻ്റെ ആദ്യത്തെ പ്രതിരോധം. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഈ ഓസ്കാർ വൈൽഡിനെ മറ്റും പറഞ്ഞൊരു പ്രയോഗം എനിക്ക് ഓർമ്മയുണ്ട്. ഇൻ ആൻ ഓഷ്യൻ ഓഫ് ഇൻജസ്റ്റിസ് ഐ ആം സെർച്ചിങ് ഫോർ ആൻ ഐലൻഡ് ഓഫ് ജസ്റ്റിസ് എന്ന് പറയാറുണ്ട്. അത് അനീതിയുടെ ഒരു മഹാസാഗരത്തിൽ ഒരു നീതിയുടെ തുരുത്ത് തേടി അലയുന്നവരാണ് നീതി നിഷേധിക്കപ്പെട്ട എല്ലാ ആളുകളും. ആ തുരുത്തിലേക്കുള്ള ഒരു യാനം, ഒരു വഞ്ചിയാണ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. അവരാണ് നീതിയുടെ തുരുത്തിൽ നമ്മളെ കൊണ്ട് ഇറക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നത്. ആ യാനത്തിന്, ആ വഞ്ചിക്ക്, ആ ഒരു സഞ്ചാരഗതിക്ക് വിഘ്നം വരുത്തുന്ന ആരായിരുന്നാലും ശരി അത് വെറുതെ വിടാൻ പാടില്ല. ജുഡീഷ്യറി ഇത് വളരെ കർക്കശമായിട്ട് ഡീൽ ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ പ്രത്യാശിക്കുന്നത്.